ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.5 കോടി രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്ത കേസിൽ 2 ചൈനീസ് പൗരന്മാർ അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് വിവരം. ഗുജറാത്ത് പോലീസ് പിടികൂടിയ പ്രതികളെ കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, ഈ തട്ടിപ്പിന്റെ വാർത്തകൾ പറയാൻ തുടങ്ങിയിട്ട് തന്നെ കാലങ്ങളായി. പല രീതിയിൽ സർക്കാരിന്റെ പരസ്യങ്ങളുണ്ട്, വാർത്തകൾ വരുന്നതിലൂടെ ദയവായി തട്ടിപ്പിൽ വീഴരുതേ എന്ന് പറയുന്നു. പിന്നെയും ആളുകൾ ചെന്ന് തലവെച്ചു കൊടുക്കുന്നത് പോലെയാണ്. ഇത് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? ഈ പണം തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കഴിഞ്ഞ ജൂണിലാണ് തട്ടിപ്പ് നടന്നത്. ചേർത്തല സ്വദേശിയായ ഡോക്ടർ ദമ്പതികളാണ് തട്ടിപ്പിനിരയായത്. ഓഹരി വിപണിയിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്തിട്ടാണ് 7.5 കോടിയിലധികം രൂപ ഇവരിൽ നിന്ന് തട്ടിയെടുത്തത്. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത് പിന്നാലെ ദമ്പതികൾ ചേർത്തല പോലീസിൽ പരാതി നൽകിയിരുന്നു. ചേർത്തല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ്, പ്രവീഷ്, അബ്ദുൾ സമദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിന് പിന്നാലെ ഇതര സംസ്ഥാനക്കാരായ ഭഗവൽ റാം, നിർമ്മൽ ജെയിൻ എന്നീ 2 പേരെയും കൂടി അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് ചൈന കേന്ദ്രീകരിച്ച്, തായ്വാൻ കേന്ദ്രീകരിച്ച് വലിയൊരു റാക്കറ്റിന്റെ ഭാഗമായിട്ടാണ്, വലിയൊരു തട്ടിപ്പ് സംഘമാണ് ഈ തട്ടിപ്പും നടത്തിയതെന്ന് കേരള പോലീസ് കൃത്യമായി കണ്ടെത്തിയിരുന്നു. പക്ഷേ നയതന്ത്രപരമായ ചില പരിമിതികളൊക്കെ കാരണം ഇവരിലേക്ക് നേരിട്ടെത്താൻ വേണ്ടി പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് പോലീസ് ഇവരെ 2 പേരെയും, തായ്വാനിൽ താമസിക്കുന്ന 2 പേരെ അറസ്റ്റ് ചെയ്തത്. ഇത് മനസ്സിലാക്കി കേരള പോലീസ് അഹമ്മദാബാദിലെത്തുകയും അവരെ അവിടെ നിന്ന് അല്പസമയത്തിന്, ഞാനുള്ളത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണ്, അല്പസമയത്തിനകം ട്രെയിനിൽ ഇവിടെ ആലപ്പുഴയിൽ എത്തിക്കും. അറസ്റ്റിലായവരുടെ പേര് വെയ് ചുങ് വാൻ എന്നും ഷെൻ വെയ് ഹോ എന്നിങ്ങനെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോകുക കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. അവിടെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഇതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയിട്ടായിരിക്കും കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുക. ഒരുപക്ഷേ കേരളത്തിൽ വെച്ച് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഒരാളുടെ പക്കൽ നിന്ന് 7.5 കോടിയിലധികം രൂപ തട്ടിയെടുത്തിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ 10,000-ഉം 1,000-ഉം 2,000-ഉം അല്ലെങ്കിൽ 1 ലക്ഷം, 10 ലക്ഷം അങ്ങനെയൊക്കെയാണ്. 1.5 കോടി, 2 കോടി രൂപയൊക്കെ വരെയാണ്. ഇത് കേരളത്തിൽ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസിലാണ് നിർണായകമായ അറസ്റ്റ് കേരള പോലീസ് നടത്തിയിരിക്കുന്നത്. അഹമ്മദാബാദ് പോലീസാണ് ഇവരെ മറ്റൊരു സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തത്. അല്പസമയത്തിനധികം പ്രതികളെ ഇവിടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കും. ഇവിടെ നിന്ന് ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ കോടതിയിൽ ഹാജരാക്കും.